ഹിന്ദുമത പരിഷത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ ഹരിദാസ് സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ഇന്നത്തെ ഈ ഒരു 114ാമത് പരിഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ, തുടർന്നുള്ള പ്രധാന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒരു സംക്ഷിപ്ത രൂപം നോക്കാം. സർ, നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ആശയപരമായും അതുപോലെ തന്നെ സാമുദായിക കൂട്ടായ്മയ്ക്കുള്ള ഒരു ഘടകമായും വർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മഹാമണ്ഡലം, ഹിന്ദുമത മഹാമണ്ഡലം. അത് 114 വർഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് തീർച്ചയായും കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ കേരളം കാണുന്ന അല്ലെങ്കിൽ നേരിടുന്ന നിരവധി വെല്ലുവിളികൾക്കിടയിലാണ് നമ്മളിപ്പോൾ 114ാമത്തെ പരിഷത്ത് കൂടി സമർപ്പിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക ശേഷി എത്രത്തോളം എത്തി നിൽക്കുന്നു, സജ്ജമായിട്ടുണ്ടോ, എങ്ങനെയാണ്? പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികളുടെയും നമ്മുടെ പൂർവ്വ സൂര്യകളുടെയും ഒക്കെ അനുഗ്രഹത്താലാണ് ഞങ്ങളിത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ 113 വർഷം തടസ്സം കൂടാതെ നടത്താൻ പറ്റില്ല. തീർച്ചയായും. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ നമ്മുടെ ഈ ഗുരുക്കന്മാർ നമ്മളെ ഉള്ളംകൈയിലെടുത്ത് ഇതൊക്കെ നടത്തിക്കുകയാണ്. 114ാമത് കൺവെൻഷൻ വളരെ പ്രൗഢഗംഭീരമായി നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. ഈ വർഷത്തെ ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുന്നത് തന്നെ അതിശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യനാണ്. മഹാമണ്ഡലേശ്വർ ആനന്ദവലം ഭാരതി തിരുവടികളാണ് നമ്മുടെ ഈ വർഷത്തെ 114ാമത് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ തിരുനാവായിലെ കേരള കുംഭമേള മഹാമാഘ സ്നാനം, അതിൻ്റെ ആരതി ഞങ്ങളൊക്കെ പോയി അതിൽ പങ്കെടുത്തിരുന്നു. ഇത്ര ഗംഭീരമായി ഒരു എന്താ പറയുന്ന പ്രചരണങ്ങളൊന്നും കൂടാതെ ജനമനസ്സുകളിൽ അത് ഇടം നേടി അവർ സ്വയം അവിടെ എത്തി ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യുകയും ആരതി കണ്ടു വന്നിക്കുകയും നാവാമുകുന്ദനെ തൊഴുത് മടങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ കണ്ടു. ലക്ഷങ്ങളാണ് അവിടെ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം വന്ന് ഈ വർഷത്തെ 114ാമത് പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒരു 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 പിന്നെ ഔന്നത്യമാണ്, പ്രത്യേകതയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്നുണ്ട്, സ്വാമിജിയാണോ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകളൊക്കെ വെക്കുന്നു. നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം 14-ാം തീയതി തിരുവനന്തപുരത്തെത്തും, 15-ാം തീയതി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ, സാംസ്കാരിക നായകന്മാർ, ഭരണകർത്താക്കൾ ഇവരൊക്കെ ഈ വിവിധ ചടങ്ങുകളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ചെറുവൽപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സന്യാസി ശ്രേഷ്ഠന്മാരത് ഉദ്ഘാടനം ചെയ്യുകയും ആചാര്യ സ്മരണ പുതുക്കുകയും ആചാര്യ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന പ്രകൃതി അതിനെ സ്നേഹിച്ചുകൊണ്ട് പരിസ്ഥിതി സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, അതുപോലെ പമ്പയെ ആദരിച്ചുകൊണ്ട് പമ്പ ആരതി, കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന, അവരെ കഴിവുള്ളവരാക്കി നാളെ ഇതിൻ്റെ സാരഥികളാക്കാൻ പറ്റുന്ന തരത്തിൽ ബാലഗോകുലം, അതേപോലെ തന്നെ മതപാഠശാല, ആധ്യാത്മിക പഠന കേന്ദ്രം എന്നിവയിൽ പഠിക്കുന്ന കുട്ടികളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ ഒരു മഹാസമ്മേളനം ഇപ്രാവശ്യം. ആ കുട്ടികളുടെ മഹാസമ്മേളനം എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷേ ഈ വർഷത്തെ സമ്മേളനം കുട്ടികൾ തന്നെ അതിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ എന്നുള്ള നിലയിൽ ആ സമ്മേളനം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ, അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവർക്ക് ഈ ചെറുവൽപ്പുഴയിലെ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കേരള സമൂഹത്തോടും സർക്കാരിനോടും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന വനിതാ സമ്മേളനം, അത് ശനിയാഴ്ച ഞങ്ങൾ വനിതാ സമ്മേളനം വെച്ചിട്ടുണ്ട്. അത് കൂടാതെ യുവാക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ള യുവ പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉണ്ട്. അതിൽ വേറൊന്നും ഏറ്റവും പ്രത്യേകത, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലും ഭാരതത്തിലെമ്പാടും മനുഷ്യ മനസ്സുകളെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അപ്പോൾ അയ്യപ്പ ഭക്ത സമ്മേളനം നമ്മൾ വെച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതിനും നമ്മുടെ ക്ഷേത്രങ്ങളെ സുരക്ഷിതമാക്കുന്നതിനും ഇത്തരം കാട്ടുകള്ളന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തെ രക്ഷിച്ച് ഭക്തജനങ്ങളുടെ കൈകളിൽ കൂടി അത് മുന്നോട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോകും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ശബരിമല അയ്യപ്പ ഭക്ത സമ്മേളനം നമ്മൾ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ സമാപന സമ്മേളനമാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര പാർലമെൻ്ററി കാര്യ ലോ മിനിസ്റ്റർ അർജുൻ റാം മേഘാവാൾ ആണ്. അദ്ദേഹം എത്താൻ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം 22-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്
ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളാണ്. അതേപോലെ തന്നെ അമൃതാനന്ദമയി മഠത്തിലെ മാതാജിയാണ് സമാപന സന്ദേശം നൽകുന്നത്. മറ്റ് സന്യാസിനിമാരും സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാം വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ചുമതല ഇതിൻ്റെ രക്ഷാധികാരിയായി കൂടി പ്രവർത്തിക്കുന്ന ചിദാനന്ദപുരി സ്വാമി ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആണ്. ഞങ്ങൾ അതെ കുളത്തൂർ ദേവിദാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ചെറുവൽപ്പള്ളി ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രക്ഷാധികാരികളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഉപദേശം എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം 2 ദിവസം, ഒരു ദിവസം പകൽ സമ്മേളനത്തിലും അത് കഴിഞ്ഞ് വൈകിട്ടത്തെ പ്രഭാഷണത്തിലും ചിദാനന്ദപുരി സ്വാമികൾ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ ചേട്ടൻ, അദ്ദേഹവും രക്ഷാധികാരിയാണ്. അദ്ദേഹവും ഈ സമ്മേളനം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്യാസിമാരുടെയും ഗുരുക്കന്മാരുടെയും നമ്മുടെ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരുടെയും ഒക്കെ സഹായവും സഹകരണവും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് 114ാമത് കൺവെൻഷനിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ്. 13-ാം തീയതി രാവിലെ മറ്റന്നാൾ ഞങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി മണ്ഡപത്തിൽ നിന്ന് പന്മന ആശ്രമത്തിൽ നിന്ന് ദീപം ഏറ്റുവാങ്ങും. ആ ജ്യോതി പ്രയാണം നിരവധി സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ച് 15-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി ഈ സ്മൃതി മണ്ഡപത്തിന്, ചട്ടമ്പി സ്വാമികളുടെ സ്മൃതി മണ്ഡപത്തിന് മുമ്പിൽ എത്തും. അതേപോലെ തന്നെ 13-ാം തീയതി ഉച്ചയ്ക്ക് എഴുമറ്റൂർ ആശ്രമത്തിൽ നിന്ന് ഛായാചിത്ര ഘോഷയാത്ര ആരംഭിക്കും. അതും റാന്നി, വടശ്ശേരിക്കര നിരവധി സ്ഥലങ്ങളിൽ പോയി സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി 15-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരും. ഈ പരിഷത്ത് നഗറിൽ ഉയർത്തുന്ന പതാക അത് പുതിയാവ് അമ്പലത്തിൽ നിന്ന്, പുതിയാവ് ഭഗവതി അമ്മയുടെ മുന്നിൽ നിന്ന് അവിടുന്ന് പൂജിച്ചു കൊണ്ടിരുന്ന പതാകയാണ്. ആ പതാക ഘോഷയാത്രയും 15-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി ഈ സ്മൃതി മണ്ഡപത്തിലെത്തും. ഈ 3 യാത്രകളും സംയോജിച്ച്, 3 ഘോഷയാത്രകളും സംയോജിച്ച് അതെ ഒരു ഘോഷയാത്രയായി നമ്മുടെ പരിഷത്ത് നഗറിലേക്ക് പോകും. ആ പരിഷത്ത് നഗറിലെ കിടാവിളക്കിൽ പന്മനയിൽ നിന്നുകൊണ്ടുവന്ന ദീപം തെളിയിക്കും. ആ വേദിയിൽ ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം സ്ഥാപിക്കും. അതിനുശേഷം പുതിയ അമ്പലത്തിൽ നിന്നുകൊണ്ടുവന്ന പതാക നമ്മുടെ കൊടിമരത്തിൽ ഉയർത്തും. അതോടുകൂടി 114ാമത് കൺവെൻഷന് തുടക്കമാകും. പിന്നെ തിരശീല ഉയരും. അതോടുകൂടി പിന്നീട് 8 ദിവസം എന്ന് പറയുന്നത് ഒരു രാപ്പകലില്ലാതെ ഒരു മഹോത്സവമാണ്. ഈ പ്രാവശ്യത്തെ മനുഷ്യസാഗരം തന്നെയാണ്. ഈ പ്രാവശ്യത്തെ പരിഷത്തിലെ ഒരു പ്രത്യേകത, നമ്മൾ ഭട്ടാരക മഹോത്സവം ഒരു ദിവസം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചിന്തിക്കുന്ന, പറയുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭട്ടാരക മഹോത്സവം നമ്മൾ ഈ പ്രാവശ്യത്തെ പരിഷത്തിന്റെ ഏറ്റവും വലിയ ആകർഷണീയമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം ലോകമറിയുന്ന ഒരു മഹാസന്യാസി വര്യനായി, കാവി ഉടുക്കാത്ത സന്യാസിയായിരുന്നു, തപസ് ചെയ്യാത്ത, കാട് കയറി തപസ് ചെയ്യാത്ത ഒരു ഋഷിവര്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ഗുരുക്കന്മാരുടെ ഒക്കെ ഗുരുവായിരുന്നു. അതേപോലെ ആചാര്യന്മാരിലൊക്കെ മഹാ ആചാര്യനായിരുന്നു. ചട്ടമ്പി സ്വാമികൾ തന്നെ, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചിന്മയാനന്ദ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലൊരു മഹാപ്രതിഭയെ മലബാറിൽ വെച്ച് കണ്ടു, അദ്ദേഹം ചിന്മന്ദിരയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും എന്നെ പരിഹരിച്ചു തന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹായോഗിയുടെ നാമധേയത്തിലുള്ള ഒരു കൺവെൻഷന് 15-ാം തീയതി തിരശ്ശീല ഉയരുകയാണ്. തീർച്ചയായിട്ടും വളരെ എന്താ പറയുക, സന്ദേശാത്മകമായ ഒരു വിവരണം തന്നെയാണ് അഡ്വക്കേറ്റ് ഹരിദാസ് സാർ നമ്മൾക്ക് നൽകിയത്. 15 മുതൽ 22 വരെ നീളുന്ന 8 ദിവസത്തെ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി ഭക്തിയാദരവോടെ സ്വാമി ചട്ടമ്പി സ്വാമികൾ വിദ്യാധിരാജ എന്ന ആ നാമകരണത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു ഉത്സവത്തെ നമ്മുടേതായ ഒരു മഹോത്സവമായി മാറ്റുക എന്നുള്ളത്. ക്ഷേത്ര മീഡിയയും ഇതിനോടൊപ്പം പങ്കുചേരുന്നു. തത്സമയത്തിലൂടെ എല്ലാവരെയും ആദരപൂർവ്വം ഈ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ്.